അപ്പോൾ നമ്മൾ യു ഷേപ്പ് നമ്മുടെ വെയർ ഹൗസ് ലേഔട്ട്സിൽ യു ഷേപ്പ് പരിചയപ്പെട്ടായിരുന്നു. ഇനി നമുക്ക് അടുത്ത ഷേപ്പാണ് ഐ. ലൈക്ക് ആ ഒരു ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ലേഔട്ട് ഇവിടെ കാണാം. നമ്മൾ പറഞ്ഞ പോലെ എന്താണ്, മറക്കണ്ട, ഇതെന്നാണ് ട്രക്കും ട്രെയിലറാണ് ഉദ്ദേശിച്ചത്. അവിടെ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, അൺലോഡ് ചെയ്യുന്നു. ദെൻ അവിടെ നിന്ന് ഈ ഒരു ഡോക്കിൽ നിന്ന് അൺലോഡ് ചെയ്യുന്നത് റിസീവിങ് ബേയിലോട്ട് മാറ്റുന്നു. അവിടെ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ സ്റ്റോറേജ് ആണോ റിക്വയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണോ റിക്വയർ ചെയ്യുന്നത്, അത് അവരുടെ പുട്ടവേ ടീം അല്ലെങ്കിൽ ആരോ ആയിക്കോട്ടെ അവരെന്ത് ചെയ്യുന്നു, അടുത്ത പ്രോസസ്സിലേക്ക് എത്തിക്കുകയാണ്. അലോങ് വിത്ത് എല്ലാത്തിൻ്റെയും കൂടെ എന്താണ്, ആ ഒരു ഡോക്യുമെൻറ്റ്സിൽ വരുന്ന മാറ്റങ്ങളും നമ്മുടെ ഡാറ്റയിൽ വരുന്ന മാറ്റങ്ങളും അവിടെ കറക്റ്റ് ടൈമിൽ നടക്കുന്നുണ്ട്. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് റിസീവിങ് ബേയിൽ നിന്ന് അത് പിക്കിങ്ങിലേക്ക് മാറ്റാനായിട്ട് സാധിക്കുള്ളൂ. ദെൻ പിക്കിങ്ങിൽ വന്നിട്ട് ആ ഒരു കേസ് എഗെയിൻസ്റ്റ് എന്ത് ചെയ്യുന്നു, അവർ പിക്ക് ചെയ്യുന്നു, ഓരോരോ കൺസൈൻമെൻറ്റ് മാറ്റുന്നു. അതെന്ത് ചെയ്യുന്നു, ഷിപ്പിംഗ് ബേയിലേക്ക് വരുന്നു, ഔട്ട് ബൗണ്ട് അടുത്തേക്ക് മാറുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഇൻബൗണ്ട് പ്രോസസ്സ്, പിന്നെ ഇവിടെ നിന്ന് ഔട്ട് ബൗണ്ടായി. ഓക്കെ, ഔട്ട് ബൗണ്ട് ലോഡായി. ഇവിടെ നിന്ന് ഓരോരോ ലൊക്കേഷൻസ് വൈസ് എവിടെ എങ്ങോട്ടേക്കാണ് ഷിപ്പിംഗ് വേണ്ടത് അതനുസരിച്ചിട്ട് ലോഡിങ് നടക്കുന്നു. ഇവിടെ നിന്ന് വെഹിക്കിൾ ഔട്ട് ചെയ്യുന്നു, ഇവിടെ ഇൻ ചെയ്യുന്നു, ഇവിടെ ഔട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ഡയറക്റ്റ് ഷേപ്പ് ഓഫ് ലേ ഔട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ്, ലാസ്റ്റ് നമ്മുടെ ലേ ഔട്ട് വരുന്നതാണ് എൽ ഷേപ്പ്. നമുക്ക് കാണാമല്ലേ, എൽ ഷേപ്പിലാണ് ഇവിടെ എന്ത് വരുന്നത്, വെയർ ഹൗസ് ലേ ഔട്ട് വന്നിട്ടുള്ളത്. ഇവിടെയാണ് എന്ത് വരുന്നത്, യെസ്, അൺലോഡിങ് ചെയ്യുന്നത്. ട്രക്സിൽ നിന്ന് അൺലോഡ് ചെയ്യുന്ന ഏരിയ ഡോക്കിൽ നിന്ന് അൺലോഡ് ചെയ്യുന്നു. ബേയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, റിസീവിങ് ബേ, അവിടെ നിന്ന് റിസീവിങ് ബേയിലേക്ക് മാറ്റുന്നു. ദെൻ അവിടെ നിന്നാണ് സ്റ്റോറേജിലേക്ക് അല്ലെങ്കിൽ പിക്കിംഗ് ഏരിയയിലേക്ക് നമ്മുടെ ഗുഡ്സ് മെറ്റീരിയൽസ് മൂവ് ചെയ്യുന്നത്. ദെൻ അവിടെ നിന്ന് സോർട്ട് ചെയ്ത് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ക്ലിയറായി എങ്ങോട്ടേക്ക് മാറുന്നത്, ഷിപ്പിംഗ് ബേയിലേക്ക് മാറുന്നു. ഇവിടെ നിന്ന് അതിൻ്റെ ഷിപ്പിംഗ് ടൈം ആകുമ്പോൾ എന്ത് വരുന്നു, ലോഡിങ് ആവുന്നു അതിൻ്റെ. ദെൻ എന്ത് ചെയ്യുന്നു, വെഹിക്കിൾ ഇവിടെ നിന്ന് ഔട്ട് ചെയ്യുകയാണ്. ഓക്കെ, സോ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രോസസ്സ്, ലൈക്ക് ആ ഒരു ഏകദേശം ബേസിക് ടൈപ്പ് ഓഫ് കോൺസെപ്റ്റാണ് നമ്മൾ ഉദ്ദേശിച്ചത്, ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഓരോരോ ഓപ്പറേഷൻസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ് ആ ഒരു പ്രോസസ്സ്, ലൈക്ക് എല്ലാത്തിലും വരുന്ന കോമൺ ആയിട്ട് വരുന്ന പ്രോസസ്സുകൾ ആ ഒരു ലേ ഔട്ട് മാറുന്നതനുസരിച്ചിട്ട് എവിടേക്കാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഈ ഒരു ഇമേജ് അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് സ്ട്രക്ചറിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വെയർ ഹൗസിൻ്റെ ലേ ഔട്ട് അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ഓപ്പറേഷൻസിന് അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് അവർക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കണ്ടു എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആയിരിക്കും ഞാനിപ്പോൾ അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്നുവെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അപ്പോൾ ഓരോ വെയർ ഹൗസസ്, നമുക്ക് പല ടൈപ്സ് ഓഫ് വെയർ ഹൗസ് ഉണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് വെയർ ഹൗസസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവരുടെയൊക്കെ ഓപ്പറേഷണൽ സ്റ്റൈല് മാറുന്നതനുസരിച്ചിട്ട് ഇവർക്ക് എല്ലാത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ILU ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ആ ഒരു ലേ ഔട്ട്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് ഈ ഒരു 3 ടൈപ്പ് ഓഫ് ലേ ഔട്ട്സിലാണ് വെയർ ഹൗസസ് ഡിസൈൻസ് വരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ.